കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ച ചെയ്യുന്നത് വയനാട് വെറ്റിനറി സർവകലാശാലയിലെ SFI വിദ്യാർത്ഥികളുടെ മർദ്ദനത്താൽ മരണപ്പെട്ട സിദ്ധാർത്ഥിനെ കുറിച്ചാണ്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ചില വീഡിയോസിന് താഴെ വന്ന കമന്റ്സുകളാണ് എന്നെ ഇന്ന് വീഡിയോ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത്. ആ കമന്റ്സുകൾ ഇങ്ങനെയാണ്: ക്യാമ്പസുകളിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് എന്തിനാണ് രാഷ്ട്രീയം? അവർക്ക് പഠിച്ചാൽ മാത്രം പോരെ, എന്തിനാണ് അവർക്കിടയിൽ രാഷ്ട്രീയം കുത്തിക്കയറ്റുന്നതെന്ന്. 10 വർഷങ്ങൾക്ക് മുന്നേ ഞാനൊരു കോളേജ് വിദ്യാർത്ഥിയായിരുന്നു. ആ കോളേജിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യൂണിയനും യൂണിറ്റും ഉണ്ടായിരുന്നു. ഇന്ന് ഞാനൊരു കോളേജ് അധ്യാപികയാണ്. ആ ഒരു കോളേജിലാണെങ്കിൽ യാതൊരുവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ക്യാമ്പസിൽ രാഷ്ട്രീയം ഉണ്ടായാൽ എന്തൊക്കെ ഉണ്ടാവുമെന്നും രാഷ്ട്രീയം ഇല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്നും എൻ്റെ അനുഭവങ്ങളിലൂടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കേരളത്തിലെ വളരെ കുറച്ച് വിദ്യാർത്ഥികൾ മാത്രം പഠിച്ചിരുന്ന ഒരു IHRD കോളേജിലായിരുന്നു ഞാൻ എൻ്റെ ഡിഗ്രി ചെയ്തിരുന്നത്. ആ സമയത്ത് ആ ഒരു കോളേജിൽ പറയത്തക്ക വിധ വലിയ ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കൈ കഴുകാൻ വേണ്ടി നല്ലൊരു വാഷ് സ്പേസ് പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു കുളിമുറി പോലത്തെ റൂം ഉണ്ടാവും. അവിടുന്ന് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ടാപ്പ് തിരിച്ചിട്ട് കൈ കഴുകും. ആദ്യം വരുന്ന ഒരു 10-30 പിള്ളേർ കൈ കഴുകി കഴിഞ്ഞാൽ പിന്നെ അവിടെ വേസ്റ്റ് കുടുങ്ങിയിട്ട് അവിടെ വെള്ളം കെട്ടി നിൽക്കും. ആ വെള്ളത്തിൽ ചവിട്ടി നിന്നായിരുന്നു അടുത്ത് വരുന്ന വിദ്യാർത്ഥികളൊക്കെ കൈ കഴുകേണ്ടിയിരുന്നത്. അതേപോലെ തന്നെ കുടിവെള്ളത്തിനുള്ള ഫെസിലിറ്റീസ് ഒന്നും നമ്മുടെ കോളേജിൽ ഉണ്ടായിരുന്നില്ല. അന്ന് ആ കോളേജിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥി സംഘടനകളുടെ ഇടപെടൽ മൂലമാണ് പിന്നീട് ഞങ്ങൾക്ക് നല്ലൊരു വാഷ് സ്പേസും കുടിവെള്ളത്തിനുള്ള സൗകര്യവും മറ്റ് സഹായങ്ങളും ലഭിച്ചിരുന്നത്. ഞാൻ കേരളത്തിലെ വളരെ ചെറിയൊരു കോളേജിലാണ് പഠിച്ചത്. അവിടെ അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഇഷ്യൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി ചെറുതും വലുതുമായി ഒട്ടനവധി കോളേജുകളുണ്ട്. ആ കോളേജുകളിലൊക്കെ വിദ്യാർത്ഥികൾ പലതരത്തിലുള്ള ചൂഷണത്തിന് വിധേയരാവുന്നുമുണ്ട്. ആ ചൂഷണങ്ങളൊക്കെ ചോദ്യം ചെയ്യാനും അനീതികൾക്കെതിരെ ശബ്ദമുയർത്താനും കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് രാഷ്ട്രീയം തുടച്ചു മാറ്റണമെന്ന് പറയുമ്പോൾ ഭയപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട്. പല കോളേജ് മാനേജ്മെന്റുകളെ സംബന്ധിച്ചിടത്തോളവും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വെറും ഒരു കച്ചവടം മാത്രമാണ്. 2017 പാമ്പാടി നെഹ്റു കോളേജിലെ ജിഷ്ണു പ്രണോയ് എന്ന വിദ്യാർത്ഥി കോളേജിലെ ഹോസ്റ്റൽ റൂമിലെ ശുചിമുറിയിൽ ആത്മഹത്യ ചെയ്തത് നിങ്ങളിൽ ചിലരെങ്കിലും ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ടാവും. ആ ഒരു ക്യാമ്പസിൽ യാതൊരുവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തനങ്ങൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള കോളേജ് മാനേജ്മെന്റ് അവിടെ തീരുമാനങ്ങൾ വിദ്യാർത്ഥികളുടെ മേലെ അടിച്ചേൽപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് മാനേജ്മെന്റിന് നേരെ സംസാരിച്ചു എന്ന ഒറ്റ കാരണത്താൽ കോപ്പിയടി കുറ്റം ചുമത്തി ജിഷ്ണു പ്രണോയെ കോളേജിലെ ഇടിമുറിയിലിട്ട് മർദ്ദിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ആ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. ചോദ്യം ചെയ്യാനും പ്രതികരിക്കാനും ആരും ഇല്ലാതാകുമ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികൾ ഇതുപോലെയുള്ള ചൂഷണങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കും. കേരളത്തിന് പുറത്തുള്ള ക്യാമ്പസുകളിൽ രാഷ്ട്രീയമില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കേരളത്തിന് പുറത്തുള്ള രാഷ്ട്രീയമില്ലാത്ത ഒരു ക്യാമ്പസിലെ അധ്യാപികയാണ് ഞാനിപ്പോൾ. എൻ്റെ കോളേജിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള കുട്ടികളാണ്. കഴിഞ്ഞ ഡിസംബറിൽ ഞങ്ങൾ കോളേജിൽ നടന്ന ഒരു ചെറിയൊരു ഇഷ്യൂ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. കോളേജ് ഫീയും അതേപോലെ തന്നെ യൂണിഫോമിന്റെ ഫീയും ഹോസ്റ്റൽ ഫീയും വിദ്യാർത്ഥികളോട് കോളേജ് വളരെ പെട്ടെന്ന് തന്നെ അടക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. വിദ്യാർത്ഥികൾ മാനേജ്മെന്റിനോട് സാവകാശം ചോദിക്കുന്നു. അവിടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവുന്നു. ഇഷ്യൂവിനൊടുവിൽ മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്ക് സാവകാശം കൊടുക്കുകയാണ്. പക്ഷെ ആ ഒരു ഇഷ്യൂവിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് നേരെ മാനേജ്മെന്റ് ആക്ഷൻ എടുക്കുന്നിടയ്ക്കാണ് ഇൻജസ്റ്റിസ് സംഭവിച്ചതെന്ന് എനിക്ക് തോന്നിയത്. കാരണം ആ ഒരു ഇഷ്യൂവിൽ ഏകദേശം 200-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തിരുന്നു. ആ പങ്കെടുത്ത വിദ്യാർത്ഥികളിൽ നിന്ന് ഏകദേശം 5-6 വിദ്യാർത്ഥികളെ റാൻഡംലി സെലക്ട് ചെയ്തിട്ട് അവരെന്താണ് 1 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. അതിൽ 1-2 വിദ്യാർത്ഥികളെ ഫസ്റ്റ് സെം യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ വേണ്ടി അവർ അനുവദിക്കാതിരിക്കുകയും ചെയ്തു. അതിലൊരു വിദ്യാർത്ഥി ചെയ്ത തെറ്റെന്താണെന്ന് ചോദിച്ചാൽ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചു എന്നതാണ്. കേരളത്തിന് പുറത്തുള്ള പല ക്യാമ്പസുകളിലും ശബ്ദമൊന്നും ഉയർന്നു പോയാൽ പിന്നെ വിദ്യാർത്ഥികൾക്ക് നഷ്ടമാവുന്നത് അവരുടെ 1-2 വർഷങ്ങളും അവരടച്ച ഫീയും ഒക്കെയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ കേരളത്തിൽ ഞാൻ അധ്യാപികയായിട്ട് വർക്ക് ചെയ്തിരുന്നു. ആ ഒരു സമയത്ത് ഒരു സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ പോലും അവിടെയുള്ള എല്ലാ ടീച്ചേഴ്സിനും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യവും സ്പേസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ
അവിടെയുള്ള സീനിയർ സ്റ്റാഫിന് പോലും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഫ്രീഡവും അല്ലെങ്കിൽ സ്പേസും ഒന്നും കിട്ടാറില്ല. ഏറ്റവും വലിയ അത്ഭുതം എന്തെന്ന് ചോദിച്ചാൽ അതിനൊന്നും അവർക്കാർക്കും ഒരു കംപ്ലൈന്റും ഇല്ല എന്നതാണ്. എന്തുകൊണ്ടെന്നാൽ അവരൊക്കെ ജനിച്ചതും വളർന്നതും ആ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ എന്തിനാണ് രാഷ്ട്രീയമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടത് നമ്മുടെ കേരളവും നാളെ ഇങ്ങനെയൊരു സിസ്റ്റത്തിന്റെ ഭാഗമായി പോകുമെന്നാണ്. കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ കൊണ്ട് വിദ്യാർത്ഥികൾക്ക് നന്മ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ മറുപടി. കാരണം ക്യാമ്പസ് രാഷ്ട്രീയം അക്രമമായി മാറി അതിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ട ഒട്ടനവധി വിദ്യാർത്ഥികൾ കേരളത്തിലുണ്ട്. അതിൽ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് വയനാട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥി. കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ഏകാധിപത്യ ചിന്തയാണ്. ഒരു കോളേജിലെ യൂണിയൻ ചെയർമാനും മറ്റ് അംഗങ്ങളും ആ ഒരു കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും മാതൃകയാവേണ്ടവരാണ്. വിദ്യാർത്ഥികളുടെ അവകാശങ്ങളൊക്കെയും സംരക്ഷിക്കേണ്ടവരാണ്. എന്നാൽ ഇന്നത്തെ കലാലയങ്ങളിലെ വിദ്യാർത്ഥി നേതാക്കൾ പുറത്തുള്ള രാഷ്ട്രീയ നേതാക്കളുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. കൂടാതെ തങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും പുറത്തൊരു രാഷ്ട്രീയ പാർട്ടിയും കുറച്ച് നേതാക്കളും തങ്ങളെ സംരക്ഷിക്കാനുണ്ടെന്ന ചിന്തയും വിദ്യാർത്ഥികളെ ആക്രമത്തിലേക്ക് നയിക്കുന്നുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഒരു പുനർചിന്തനത്തിന് തയ്യാറാവേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ആരോഗ്യപരമായ ഒരു ക്യാമ്പസ് രാഷ്ട്രീയത്തെ നമ്മൾ എന്നും എപ്പോഴും സ്വാഗതം ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഓരോ വർഷവും കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്നും പഠിച്ചിറങ്ങുന്നത് അനേകം ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ടീച്ചേഴ്സും മാത്രമല്ല, നാളെ നാടിനെ നയിക്കാൻ കഴിവുള്ള കരുത്തുറ്റ കഴിവാർന്ന വിദ്യാസമ്പന്നരായ നേതാക്കളെയും കൂടിയാണെന്ന് നാം ഓർമ്മിക്കേണ്ടതാണ്. നന്ദി, നമസ്കാരം.